ഇന്നത്തെ ചിന്താവിഷയത്തിലെടുക്കുന്ന ബൈബിൾ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ തിരുവചനം ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധാത്മാൻ കൃപ കൊണ്ട് നാവിനോട് പരിശുദ്ധാത്മാവ് ക്രിയച്ച് മാറ്റാക്കണമേ. രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. ഉപജന മാർഗങ്ങൾ കൊടുക്കണമേ. ഒപ്പം അതിന് ആശ്വാസം ഇല്ലാത്തവർക്ക് ഈ വചനത്താൽ തൻ ആശ്വാസം കൊടുത്തു മാനിക്കണമേ. സകലം കർത്താവിന്റെ കരം താഴ്ത്തി പ്രവർത്തിക്കുമ്പോൾ നാവിനോടും ക്രിയച്ച് മാറ്റാക്കണം. പരിശുദ്ധാത്മ സകലം കർത്താവിന് താഴ്ത്തി പ്രവർത്തിക്കുമ്പോൾ അടിയുടെ യാചന സദയം കേൾക്കണം. സകലം മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകുന്ന സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. അത് ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാം ഒഴിഞ്ഞു പോകുകയോളം, എല്ലാം മാറിപ്പോകണം. മനുഷ്യ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനെ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഇതൊരു വിശ്വാസിക്കുള്ള ഒരു കർത്തവ്യമാണ്. കർത്താവിന്റെ ഒരു എടുക്കപ്പെടുവാനുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ കഷ്ടങ്ങളിൽ നിന്നും വിടുതൽ തരുവാൻ വേണ്ടിയ കർത്താവ് പറയുന്നത്. കർത്താവിന് തിരുവായ്മൊഴിയെ ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ മുമ്പിൽ നിൽപ്പാനും കർത്താവിനോട് കൂടെ നിൽക്കാനും അവന്റെ കരങ്ങൾ പിടിച്ച് നിൽക്കാനും നിങ്ങൾക്ക് പ്രാപ്തരാകണം. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. സങ്കീർത്തനം 75-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എടുക്കുമ്പോൾ ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഹല്ലേലൂയ ഞാൻ അതിന്റെ തൂണുകളെ ഒരു ദൈവ പൈതലിന് പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഉരുകിപ്പോകുന്ന അവസ്ഥകൾ വരുമ്പോൾ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുക, അവന് നിൽക്കുവാനുള്ള കൃപ ആ കർത്താവ് പകരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭൂമി അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിൽക്കുവാൻ കൃപ പകരും. അവർക്ക് അവന്റെ കാലുകൾ ഉറച്ച് കർത്താവിൽ നിൽക്കുവാൻ കൃപ. അതിനു വേണ്ടി എന്താ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ദൂതൻ മറിയോട് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നീ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ ജനത്തിന്റെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്, ശാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്, ആദ്യ മാതാപിതാക്കൾ വഴിയുള്ള പാപക്കറകളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് ദൂതൻ പറയുന്നത് അവന് നീ യേശു എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കുന്നതാ ക്രൂശിൽ നടന്നു കഴിഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു യാഗമായി അവൻ തീർന്നു കഴിഞ്ഞു. അതിന് യെശയ്യാവ് 53-ന്റെ 10-ാം വാക്യം എടുക്കുമ്പോൾ യാഗമായി തീർന്നത് കൃത്യമേ ഒരു പോയിന്റ് നമുക്കത് വായിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവ് 53-ന്റെ 10. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി.
അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവനെ, കർത്താവിനെ, പിതാവായ ദൈവം പുത്രനെ തകർത്ത് കളവാൻ പ്രസാദം തോന്നി, ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്. ഈ യാഗം വഴി ജനിക്കുന്ന സന്താനങ്ങൾ ദീർഘായുസ് എന്ന് പറയുന്നത് ഒരു 1000 ആണ്ട് ദീർഘായുസല്ല, 10,000 ആണ്ട് ദീർഘായുസല്ല. ദൈവത്തോളം എക്കാലവും വാസം ചെയ്യുന്ന ഒരു ക്രമമാണ് ആ ദീർഘായുസ പ്രാപിക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനോളം ആയുസ് തരുന്നതാ. ഹല്ലേലൂയ സ്തോത്രം, ദീർഘായുസ്. അത് എങ്ങനെ? ക്രൂശിൽ കർത്താവ് അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു അവൻ വീണ്ടും ജനനം പ്രാപിക്കുന്നവർക്കാ അത് തരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി എന്താ നമ്മൾ സദാകാലവും ഹല്ലേലൂയ ഉണർവെന്ന് പറഞ്ഞ വചനത്താൽ ഉണർന്നും ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. വചനത്താലുള്ള വ്യാപാരത്തിൽ നടക്കാവൂ, ഉണർന്നും പ്രാർത്ഥിച്ച. എന്നാലേ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, നമുക്ക് രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. വചനത്താലുള്ള ഉണർവും പ്രാപിച്ച് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. കൊണ്ടിരിക്കുമ്പോഴാ ഈ ശുദ്ധീകരണം പ്രാപിക്കണം എന്ന് കർത്താവ് നമുക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നതെന്ന് ആ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. മത്തായി 1:22 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിനോട് കൂടെ ആരെ ചേർക്കപ്പെടുന്നത്? വിശ്വാസത്തിൽ പ്രാപിക്കാൻ പറ്റുമല്ലോ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുക. ദൈവത്തോടു കൂടെ നടക്കുന്നു. അതായത് മണവാട്ടി സഭയുടെ ക്രമം. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ക്രമത്തിൽ ആയിത്തീരുന്നു. അതായത് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ കല്യാണ വീട്ടിൽ മറിയയും എല്ലാവരും പോകുമ്പോൾ അവിടെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ മറിയ വന്ന് കർത്താവിനടുത്ത് പറയും, വീഞ്ഞ് തീർന്നു പോയി, നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് കർത്താവ് ചോദിച്ചിട്ട് പറയും, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും. അല്ലേ? അപ്പൊ കർത്താവ് എന്ത് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അവിടെ അത് പറഞ്ഞിട്ട് മറിയ അവിടെ സ്ഥലം വിട്ടു. അല്ല, കർത്താവ് അവിടെ കാലുകൾ കഴുകാൻ വെച്ചിരിക്കുന്ന 6 കൽപാത്രങ്ങൾ വെള്ളം നിറയെ ശുശ്രൂഷിക്കട്ടെ. അതിനെ കൊണ്ടുവന്ന ഉടൻ കർത്താവ് അതിനെ പ്രാർത്ഥിച്ചെന്നില്ല, കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ. വിരുന്നുവാഴി അത് രുചിച്ച്, ഇത്രയും സമയം നിങ്ങൾ ഇത്രയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ, അത്രയും ഈ കർത്താവിന്റെ തിരുവായ് മൊഴിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തോടു കൂടെയാ നമ്മൾ ആയിത്തീരുന്നത്. ഈ ദൈവത്തോടു കൂടെ സ്വർഗത്തിലായിത്തീരുമ്പോൾ അവിടുത്തെ ശില്പി നമ്മുടെ കർത്താവ്. അവൻ ഒരു തിരുവായി വഴി അനക്കിയാൽ മതി, അവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ കർത്താവിനോടത്താ നമ്മൾ വാസം ചെയ്യുവാൻ കർത്താവ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന്, ദൈവം നമ്മോട് കൂടെ എന്നാൽ ഇമ്മാനുവേൽ എന്ന് കർത്താവിനോട് ചേർക്കപ്പെടാൻ, മണവാട്ടി സഭയുടെ അംഗങ്ങളാകുവാൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. ഈ മുങ്ങൽ സ്നാനം എടുത്ത് നിൽക്കുന്നവര്, അത് വിശ്വാസത്തിൽ കർത്താവിൽ ആയിത്തീരുന്നവർ, കർത്താവിന്റെ തിരുവചനം അനുസരിച്ച് നിൽക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, അവർ മണവാട്ടി സഭയുടെ ക്രമം ആയിത്തീരും. അവരെ നയിക്കുന്നത് ആരാ? കർത്താവ്. എന്താ അവൻ കൊടുക്കുന്നത്? അത് നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കണ്ടിട്ടില്ല, അത് കർത്താവിന് എല്ലാം അറിയാം. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സദാകാലവും നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിൽക്കുമ്പോൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവാനാ വചനം പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഉണർവെന്നവനത് എങ്ങനെയാ? തിരുവചനത്താലുള്ള ഉണർവും പ്രാപിച്ചു, ഒപ്പം പ്രാർത്ഥിച്ചും കൊണ്ട് എപ്പോഴും ആയിരിക്കണം. എന്ന് പറഞ്ഞ് ഉപജീവനത്തിന് പോകണ്ട എന്നല്ല,
അതിൽ സമയങ്ങൾ കിട്ടുമ്പോൾ വചനത്തിൽ ഉണർവ് പ്രാപിക്കുകയും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടു കൂടെ ആകുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. അവന് സ്വർഗരാജ്യം, ഈ കർത്താവിനോട് ആയിത്തീർന്നവന് ആ സ്വർഗരാജ്യം. ഇനി അതിനായിത്തീരുവാൻ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നമ്മൾ ശാപത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ആ കർത്താവ് വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മത്തായി 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേ. കോടിത്തുണി കണ്ടമാരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കോടിത്തുണി കണ്ടമാര് ക്രിസ്തു. ഈ ക്രിസ്തുവിനോടുകൂടി നിന്നെ ചേർക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ചേർക്കാതെ നാമമാത്രമേ ക്രിസ്ത്യാനി നീ ആയാൽ, മുങ്ങൽ സ്നാനം എടുക്കാതെ ആയാൽ, അത് നിന്റെ കർത്താവിൽ നിന്നെ തുന്നിച്ചേർത്ത് വച്ചാൽ അത് കീറിപ്പോകും. ആ പഴയ വസ്ത്രം കീറിപ്പോകും. നിന്റെ അങ്ങനെയുള്ള ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെല്ലാം ചീന്തലുകൾ വരും. അതായത് ഒരാൾ രക്ഷിക്കപ്പെട്ടും ഒരാൾ രക്ഷ എന്തെന്ന് അറിയാതിരിക്കുന്നവരെ, രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുന്നവരെ ചീന്തലുകൾ നടക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കോടി തുണിക്കണ്ടം ആകുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവന്റെ രക്തം ഒഴുകിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് ആ രക്തം വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ശുദ്ധീകരണം പ്രാപിക്കേണ്ട ജോലി നമ്മളെ ജോലി. ഇത് വചനം പറയുന്നു എങ്കിലും ഈ രക്തത്താലുള്ള ജയം പ്രാപിക്കണം. കേൾക്കുന്നവർ അവരവർ ഈ രക്തത്താൽ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഹല്ലേലൂയ, സ്തോത്രം. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം വഴിയുള്ള കറകളെല്ലാം ഈ യേശു ക്രൂശിൽ ചെന്ന രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ട ജോലി ആ രക്തം ഇപ്പോഴും നമ്മൾ അടുത്തുണ്ട്. ഇത് ആവശ്യം. അതായത് സോപ്പിരിക്കുന്ന സോപ്പെടുത്ത് നമ്മൾ തേച്ച് കഴുകിയാൽ ശുദ്ധീകരണം. അതുപോലെ രക്തം നമ്മൾ അത് വിശ്വാസത്താൽ ആ രക്തം ഏറ്റെടുത്ത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം അവരവരാ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനം ഞാൻ ഇപ്പോൾ പറയുമെങ്കിലും അവരവർ ഈ ശുദ്ധീകരണം പ്രാപിക്കാൻ രക്തം എവിടെയുണ്ട്? നമ്മൾ അടുത്ത് തന്നെയുണ്ട്. സോപ്പ് ഇവിടെ അടുത്തുണ്ട്. അതിനെ എടുത്ത് തേക്കാതെ അഴുക്ക് മാറുകയില്ല. അതുപോലെ ഈ യേശുവിന്റെ രക്തം പഴയ കറകളെല്ലാം കഴുകി ശുദ്ധീകരണം വരുന്നവർക്ക് അവർക്കാണ് കർത്താവിനോട് ആയിത്തീരുവാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന്റെ 17-ാമത്തെ 17-ാമത്തെ വാക്യം വായിച്ച. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പുതുവീഞ്ഞ് കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം. പുതിയ തുരുത്തി ആകേണ്ട ജോലി ആരുടെ ജോലി? നമ്മളെ ജോലി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 119 ആ പുതിയ വീഞ്ഞ് തുരുത്തി ആകേണ്ട ക്രമം ഞാൻ വചനത്താൽ പറയാം. ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിന്റെ 81, 82, 83 വാക്യങ്ങൾ. ഞാൻ എന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു. അപ്പോൾ രക്ഷയെ എന്താ കർത്താവിൽ കാത്ത് മൂർച്ഛിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് ഈ രക്ഷ വരികയുള്ളൂ. ഹല്ലേലൂയ. വായിച്ചാൽ എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ കണ്ണ് നിന്റെ വാഗ്ദത്തം കാത്തു ക്ഷീണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. ആമേൻ. പുകയത്ത് വച്ച തുരുത്തി പോലെ ഈ തുരുത്തി രൂപപ്പെടണമെങ്കിൽ കർത്താവ് എന്ന് വിളിച്ചു നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകി
വരുമ്പോഴാ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഈ തുരുത്തി കർത്താവ് ഉദ്ദേശിക്കുന്ന നിന്റെ കണ്ണുനീര് വീഴാതെ ഈ തുരുത്തി ക്രമമായി തീരുകയില്ല, അത് കർത്താവിന് കൊള്ളാവുന്നതായി തീരുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, ഈ കർത്താവാകുന്ന ഈ വീഞ്ഞ് എന്റെ ഞാനാകുന്ന തുരുത്തിയിൽ വരുമ്പോൾ അത് രണ്ടും ഭദ്രമായി ഇരിക്കണമെങ്കിൽ ഞാനാകുന്ന തുരുത്തി പുകയത്ത് വച്ച തുരുത്തി പോലെ കണ്ണുനീരാൽ നിലവിളിച്ച് കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കുമ്പോഴാ ഈ കർത്താവിന്റെ ആകുന്ന പുതുവീഞ്ഞി എന്നിൽ വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ രണ്ടും ഭദ്രമായിരിക്കും. അവർക്ക് സ്വർഗരാജ്യത്തിന്റെ, ഈ ലോകത്തിന് സ്വർഗരാജ്യത്തിന്റെ അനുഭവം കർത്താവ് തരും. അവർക്ക് എന്താ വെച്ചാൽ സദാകാലവും വചനത്താൽ ഉണർവും പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. അവർക്ക് പിന്മാറ്റത്തിൽ വീണു പോകാതെ നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഈ ലോകത്തിൽ കർത്താവിനോടൊത്ത് വാസം ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പുതിയ തുരുത്തി കർത്താവിന്റെ മേൽ, കർത്താവിന്റെ പകരം കർത്താവ് ഈ തുരുത്തി കൊള്ളാം എന്ന് കർത്താവിന് മനസ്സിലാക്കുമ്പോൾ ഇതിൽ അവന്റെ കൃപ പകരം, അവന്റെ ആത്മാവ് പകരും. അങ്ങനെ ഞാനും ക്രിസ്തുവും കർത്താവും എപ്പോഴും ഒന്നായി വസിക്കും. ഈ തിരുവചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ തിരുവചനത്താൽ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കേൾക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഉപജനമാർഗമില്ലാത്തവർ ഉപജനമാർഗം കൊടുക്കണമേ. സകലം കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ യാചന സദയം കേൾക്കണം. സകലം മാനവും മഹത്വം കർത്താവിന് തന്നെ.